അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ബ്രൂണോ ആണ്, അവനെ നമ്മൾ വിട്ടേക്കാം. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പിസ്ത ഐസ്ക്രീമാണ്. അപ്പം പിസ്ത ഐസ്ക്രീം ഉണ്ടാക്കുന്നതിന് മുമ്പ് നമ്മൾ ബേസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പഠിക്കണം. ഇതൊരു ഭയങ്കര ഇമ്പോർട്ടന്റ് പാർട്ടാണ് ഐസ്ക്രീം ഉണ്ടാക്കുന്നതിന്. അപ്പൊ അതിനായിട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ ഇവിടെ ഒരു പോപ്പപ്പ് ബാനർ എടുത്തേക്കാം, ഒരു ലിങ്ക്. പിന്നെ ഇപ്പം നമ്മളൊരു കുഞ്ഞു വീഡിയോ കാണാൻ പോവാണ് എങ്ങനെയാ ബേസ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പം അതിലേക്ക് കിടക്കാം. നമ്മുടെ ഇൻഗ്രീഡിയൻസ് ആണ്: ½ liter full cream milk, 8 tablespoon sugar, 1.5 tablespoon GMS powder, 1.5 tablespoon corn flour, 1/4 teaspoon sodium alginate, spoon sugar, GMS powder, corn flour, alginate powder. ഇത് നല്ലപോലെ തിക്കാവുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പൊ നമ്മുടെ ഐസ്ക്രീമിന്റെ ബേസ് റെഡിയായി കഴിഞ്ഞു. ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഫ്രീസറിലോട്ട് മാറ്റാം. ഇതിനെ നമുക്ക് മാക്സിമം ടെമ്പറേച്ചറിലിട്ട് മിനിമം 8 hours എങ്കിലും ഫ്രീസ് ചെയ്യണം. 8 hours മേളിലാണെങ്കിലും കുഴപ്പമില്ല. ഒരു 1 to 2 days നമുക്കിത് ഫ്രീസറിൽ വെച്ചാലും കുഴപ്പമില്ല. അപ്പൊ ഇതിന്റെ ബേസ് റെഡിയായി കഴിഞ്ഞു. നമ്മുടെ ബേസ് നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. നോക്ക്, നമ്മുടെ ബേസ് നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് റെഡിയായി. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോണ പിസ്ത ഐസ്ക്രീം ആണ്. അതിന് ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെ റോ പിസ്ത എടുത്തേക്കുവാണ്. ഇതിനെ ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാം. ഈ പിസ്ത ഇപ്പൊ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഞാൻ 1/4 കപ്പ് പിസ്തയാണ് എടുത്തത്. ഇനിയിപ്പം ഇത് നല്ലപോലെ തണുത്ത് കഴിയുമ്പോൾ ഇതിന്റെ സ്കിന്നെല്ലാം മാറ്റിയിട്ട് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. സ്മോൾ ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് 1/4 കപ്പ് പിസ്തയാണ്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോണ പിസ്ത ഐസ്ക്രീമാണ്. അപ്പൊ നമുക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച പിസ്ത 1/4 കപ്പ് സ്മോൾ ആയിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കാണ്. 1/4 കപ്പ് മിൽക്ക് പൗഡർ, പിസ്ത എസൻസ്, ഗ്രീൻ കളർ, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പൊ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് 1/4 കപ്പ് മിൽക്ക് പൗഡർ, പിസ്ത എസൻസ് ഒരു 4 to 5 ഡ്രോപ്സ് നമുക്ക് ആഡ് ചെയ്യാം. ഗ്രീൻ കളർ വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് റോസ്റ്റഡ് പിസ്ത ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനെ മിക്സ് ചെയ്യാം.
നമ്മുടെ പിസ്ത ഐസ്ക്രീം നമുക്ക് ഫ്രീസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ അടുത്ത പിസ്ത ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. അപ്പം ഇന്നലെ നമ്മൾ പിസ്ത ഉണ്ടാക്കി, ഇന്ന് നമ്മൾ പിസ്തയും ട്രൈ ചെയ്യാൻ പോവാണ്. അപ്പം നമുക്ക് പിസ്ത എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇരിക്കുന്നു നമ്മുടെ പിസ്ത ഐസ്ക്രീം. അപ്പൊ ഞാൻ ഇപ്പൊ ക്യാമറ അമ്മേന്റെ അടുത്തോട്ട് കൊടുക്കാൻ പോവാണ്. സ്പൂൺ അവിടെ പോയി. ദേ സ്പൂൺ. വാവ്, ദേ പിസ്ത ഐസ്ക്രീം നോക്കിയോ, നല്ല സടുപിടുവന്ന് ഇരിപ്പുണ്ട്. വാവ്, ഒരു ടെർക്കോയിസ് ബ്ലൂ കൈൻഡ് ഓഫ് ഒരു കളർ ഉണ്ട്, കുറച്ച് ഗ്രീനും ആണ്. അപ്പം ഇത് നല്ല അടിപൊളി ഐസ്ക്രീമാണ്. നിങ്ങളും ഞങ്ങളോട് ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കോമന്റ് സെക്ഷനകത്ത് പറയാം എങ്ങനെയുണ്ടെന്ന്. അടുത്ത വീഡിയോയിൽ കാണാം. ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. ബൈ.